രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ യോജിപ്പിക്കുന്നതിനും ബില്ലുകൾ അവതരിപ്പിക്കും. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നതിന്റെ നിർണായക ചുവടുവെപ്പിലേക്ക് കടക്കുകയാണ് മോദി സർക്കാർ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. ഡൽഹി, ജമ്മു കശ്മീർ, പുതുച്ചേരി എന്നീ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യോജിപ്പിക്കുന്നതിനുള്ള ബില്ലും അവതരിപ്പിക്കും. ബിൽ പാസാക്കുന്നതിനായി സർക്കാരിന് പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അവതരണത്തിന് ശേഷം ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനും സാധ്യതയുണ്ട്. വിഷയം പരിശോധിക്കുന്നതിനായി രൂപീകരിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനും കരട് ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് നീക്കം. അടുത്ത ഘട്ടത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കൂടി ചേർക്കും. ഇതിനായി പൊതു വോട്ടർ പട്ടിക നടപ്പാക്കണം. നിയമസഭകളുടെ കാലാവധി ക്രമീകരിക്കണമെന്നും ഭരണഘടനയിൽ 6 ഭേദഗതികൾ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടത്തിൽ നടത്തുന്നതിലൂടെ നിലവിൽ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാനാകും. പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കും നിയോഗിക്കുന്നത് ഒഴിവാകും. കൂടാതെ ഇടയ്ക്കിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് ജനക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം പരിഹാരമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.